ഇതിൽ കൈകേയിയായി വരുന്നത് ലാറ ദത്തിയാണ്. മോഡേൺ ഹെയർ സ്റ്റൈലിലും ഡിസൈനർ ബ്ലൗസും സാരിയിലുമെല്ലാം വരുന്ന കൈകേയിയുടെ രൂപം എന്തായാലും വിമർശന വിധേയമായിട്ടുണ്ട്. ത്രേതായുഗത്തിലെ സ്ത്രീകൾ ഇങ്ങനെ ഡിസൈനർ സാരിയും ബ്ലൗസും എല്ലാം ധരിച്ച് ഷാംപൂഡ് കളേർഡ് ഹെയറുമൊക്കെയായി വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാമായണത്തിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു സാധാരണ സിനിമാ പ്രേക്ഷകൻ മാത്രമല്ല, അതിനുമപ്പുറം ഭക്തിയും ആരാധനയും എല്ലാം കലർന്ന മറ്റൊരു സമൂഹം കൂടി ഇതിന്റെ ഭാഗമായുണ്ട്. അവരെയും കൂടി തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കാം ഈ ട്രെയിലറിന്റെ റിലീസ് നടന്നത് പുലർച്ചെ 4:15 വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മമുഹൂർത്തമാണത്. അങ്ങനെ വിശ്വാസവും ഭക്തിയും ആരാധനയും സിനിമാ ഭ്രാന്തും എല്ലാം കൂടിക്കലർത്തിക്കൊണ്ട് 4000 കോടിയോളം മുതൽ മുടക്കുണ്ട് എന്ന് അതിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന ഈ സിനിമയെ വിജയിപ്പിക്കാനുള്ള ഒരു തീവ്ര യജ്ഞം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത്രയും ഭീമമായ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാനാവുമോ എന്ന് നമുക്കറിയില്ലെങ്കിലും ഈ സിനിമ എന്തായാലും എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ ഈ ട്രെയിലർ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ കഴിയുക എന്നത് തന്നെയാണ് ട്രെയിലറിന്റെ ലക്ഷ്യവും.